നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വളരെ വേഗം പൊട്ടിപ്പോകുന്ന ഒന്നാണ് നമ്മളിൽ പലരുടെയും മനസ്സ്. ആർക്കും ഒന്നും താങ്ങാൻ സാധ്യമാകാത്ത നിലക്ക് ഒരു ചെറിയ സങ്കടം വന്നാൽ പോലും മനസ്സ് തകർന്ന് മറ്റു വേണ്ടാത്ത പല ചിന്തകളിലേക്കും ജീവൻ പോലും നഷ്ടപ്പെടുത്തുന്ന ഓർമ്മകളിലേക്കും മനുഷ്യൻ ഇന്നും ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സൂചിപ്പിച്ചു, ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല സ്വഭാവങ്ങളിൽ പെടും ലാ തഫ്സറുൽ ലഹിക ഫഇന്ന കസറത്തുൽ ലഹിക തമീതുൽ ഖൽബ്. അവൻ ഒരിക്കലും കൂടുതൽ സന്തോഷിക്കാൻ ആഗ്രഹിക്കുകയില്ല. കാരണം സന്തോഷം മാത്രമേ അവന്റെ മനസ്സിലുള്ളൂ എങ്കിൽ അതവന്റെ ഹൃദയത്തെ കൊന്നുകളയും. ഒരു ചെറിയ സങ്കടം പോലും പിന്നെ അവന് സഹിക്കാൻ പറ്റൂല. കാരണം സന്തോഷം മാത്രമാണ് അവൻ ലക്ഷ്യം വെക്കുന്നതും സന്തോഷം മാത്രമാണ് അവൻ ജീവിതത്തിൽ നേടിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ടാണല്ലോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടു, ഒരു ഗെയിം കാണാൻ സമ്മതിക്കാത്തതിന് ഉമ്മ വഴക്ക് പറഞ്ഞപ്പം ഫോൺ എടുത്തു വെച്ചപ്പം 8 വയസ്സുള്ള കുട്ടി ആത്മഹത്യ ചെയ്തു. ഏതോ ഒരു പ്രണയ നൈരാശ്യം തലച്ചോറിനെ പിടിച്ചു കുലുക്കിയപ്പോഴേക്കും പെണ്ണ് ആത്മഹത്യ ചെയ്തു. വിചാരിച്ച A+ കിട്ടാത്തതിന്റെ പേരിൽ പെൺകുട്ടിയെ സാബൂതം നിരീക്ഷിക്കേണ്ട ഗതികേടിലേക്ക് രക്ഷിതാക്കൾ എത്തി. കാരണം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യും. പലപ്പോഴും ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, ആത്മഹത്യ ചെയ്ത് ചെന്നാൽ അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അങ്ങ് തീരും. ആത്മഹത്യയോടെ പിന്നെ എല്ലാ സന്തോഷങ്ങളിലേക്കുമാ നമ്മളെ യാത്ര എന്ന് തെറ്റിദ്ധരിച്ച മനുഷ്യരോട് ലോകത്തിന്റെ പ്രവാചകൻ കണ്ണുനീരോടുകൂടി ഓർമ്മപ്പെടുത്തി കൊടുത്തു, ആത്മഹത്യ നിങ്ങൾ സ്വയം തെരഞ്ഞെടുക്കുന്ന ശിക്ഷയുടെ തുടക്കമാണ്. ആത്മഹത്യയോടുകൂടി നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നേയുള്ളൂ. കാരണം ഓരോരുത്തരുടെ ജീവിതത്തിലും അള്ളാഹു നൽകുന്ന ജീവൻ അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആത്മഹത്യ ചെയ്താൽ ആ മയ്യത്ത് നിസ്കരിക്കണോ? ആത്മഹത്യ ചെയ്ത കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ? ആ കുട്ടിയെ നല്ലൊരു വ്യക്തി മരിക്കുന്നത് പോലെ മറമാടാൻ അല്ലെങ്കിൽ കഫൻ ചെയ്യാൻ പറ്റുമോ? ഇതിലൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തൊരു പെൺകുട്ടിയുടെ ഉമ്മ വിളിച്ചുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞൊരു വിഷയം, എന്റെ മകള് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണങ്ങളും ഇല്ല. എന്റെ മകളെ പറ്റി കുടുംബത്തിൽ എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ളൂ. നേരത്തിന് നമസ്കരിക്കും, ഖുർആൻ ഓതും, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യും. പക്ഷേ എന്തോ എപ്പോഴോ എന്റെ മകള് ആത്മഹത്യ ചെയ്തു. ഇന്നും 3 തികഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ വീട്ടിലേക്ക് കയറി വരുന്ന പലരും എന്റെ കൈ പിടിച്ചിട്ട് പറയും, റാബിയ എനിക്ക് വേണ്ടി ഞങ്ങൾ ദുആർക്ക എന്ന് പറഞ്ഞാൽ എന്റെ മകൾക്ക് വേണ്ടി ദുആ ചെയ്യൂല. അവിടെ മയ്യത്ത് നമസ്കരിക്കാൻ പലരും ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്താ ഇസ്ലാമിന്റെ അതിന്റെ വിധി, അതൊന്ന് നിങ്ങൾ കൃത്യമാക്കണം എന്ന് പറഞ്ഞപ്പോഴായിരുന്നു ആ വിഷയ സംബന്ധമായി ചില കാര്യങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ട് എന്ന് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അറിയേണ്ടത്, ഒരിക്കലും ഈ ജീവൻ അവസാനിപ്പിക്കുന്ന ഒരു ചിന്ത ഒരാളുടെ ഹൃദയത്തിലും ഉണ്ടാവാൻ പാടില്ല. അത്രമാത്രം വിലപ്പെട്ടതാണ് മനുഷ്യന്റെ ജീവൻ. ഈ ജീവൻ അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ്. പിതാവിന്റെ സ്രവിക്കപ്പെടുന്ന ബീജത്തിലെ കോടിക്കണക്കിന് ബീജങ്ങളുണ്ട്. അതിൽ ഓടാനും വളരെ വേഗത്തിൽ ചെന്ന് ഉമ്മയുടെ ഗർഭാശയത്തിന്റെ 3 ഭിത്തികൾക്കുള്ളിൽ പവിത്രമായി റബ്ബ് സ്ഥാപിച്ച അണ്ടത്തോട് കൂട്ടിയോജിക്കാനും അള്ളാഹ് അവസരം തന്നവനാണ് ഞാൻ. എന്റെ വാപ്പാന്റെ ബീജത്തിൽ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ അള്ളാഹ് എന്നെ തെരഞ്ഞെടുത്തു. ഞാൻ ആരും കാണാതെ ജനിക്കപ്പെട്ടവനല്ല. എന്നെ ആരും ശ്രദ്ധിക്കാനില്ല എന്നുള്ളത് എന്റെ തെറ്റിദ്ധാരണയാ. എന്റെ സങ്കടം പലരും അറിയുന്നില്ല എന്നുള്ളത് നേരാണെങ്കിലും എന്നെ ഇങ്ങോട്ട് അയച്ചെന്റെ റബ്ബ് അതറിയുന്നുണ്ട്. എന്റെ റബ്ബ് എനിക്കതിനൊരു മാർഗം കാണിച്ചു തരാൻ ബാധ്യസ്ഥനാ. ആ റബ്ബിലുള്ള പ്രതീക്ഷ ഞാൻ കൈവിടാൻ പാടില്ല. കാരണം എന്നോട് ചോദിക്കാതെ, എനിക്കൊരു കൈകടത്തലുകളും നടത്താൻ അവസരം തരാതെ എന്റെ റബ്ബ് എന്നെ തെരഞ്ഞെടുത്തു. എന്റെ റബ്ബ് എനിക്ക് ജീവൻ തന്നു. അതും എങ്ങനെയുള്ള ജീവൻ? ലോകത്തൊറ്റു മറ്റു സൃഷ്ടികൾക്കും അവകാശപ്പെടാനില്ലാത്ത രീതി.
എത്ര ഭംഗിയായി മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അവന്റെ ശരീരത്തിൽ നിന്നും വിസർജ്യമായി പുറത്തു പോകുന്ന രീതി, അവന്റെ ശരീരത്തിൽ ഓരോ രോമകൂപങ്ങളും അവന്റെ ഓരോ ഞരമ്പുകളും അങ്ങനെ ഓരോന്നോരോന്നും അള്ള സൃഷ്ടിച്ചു തന്നതാ. അള്ള വിശുദ്ധ ഖുർആനിലൂടെ ആ സൃഷ്ടിപ്പിനെ റബ്ബ് തന്നെ സ്വയം പുകഴ്ത്തുന്നുണ്ട്. നിങ്ങളെ ആദ്യം മാംസപിണ്ഡമാക്കി ഗർഭാശയത്തിന്റെ ഭിത്തികളിൽ അള്ളിപ്പിടിച്ച് താഴോട്ട് വളർന്ന് പിന്നീട് അതിനെ മാംസങ്ങളെ എല്ലുകളെ കൊണ്ട് പൊതിഞ്ഞ് വീണ്ടും ആ എല്ലുകളെ മാംസങ്ങളെ കൊണ്ട് പൊതിഞ്ഞ് എന്നിട്ട് അള്ളാഹു അവസാനം പറയുന്നു സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ. നിങ്ങളെ റബ്ബ് മറ്റൊരു സൃഷ്ടിയായി മറ്റൊരു രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, എന്റെ ഈ മുഖഭാവം എന്റെ അനിയനില്ല, എന്റെ ഈ ശരീരത്തിന്റെ പ്രകൃതിയോ എന്റെ ഈ മുഖത്തിന്റെ രുചിയോ എന്റെ പെങ്ങൾക്കില്ല. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. ഒരേ ചോരയിൽ, ഒരേ പപ്പാന്റെ മക്കളിൽ, ഒരേ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ അള്ള എന്നെയും എന്റെ ബന്ധങ്ങളെയും എന്റെ സൃഷ്ടികളെയും അള്ള വ്യത്യസ്തമാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എങ്ങനെയൊക്കെയോ ഉമ്മാന്റെ വയറ്റിൽ കെട്ടിപ്പിടിച്ചുണ്ടായി എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ എങ്ങനെയാവണം എന്ന് അള്ളാഹു തീരുമാനിച്ചതാ. ആ തീരുമാനത്തിൽ അള്ള നിങ്ങളെ പങ്കു ചേർത്തിട്ടില്ല. അങ്ങനെ ചേർക്കപ്പെടുമായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തൊരു അംഗവൈകല്യമുള്ളവരും വികലാംഗരും ഉണ്ടാവില്ല. കാരണം എനിക്കുമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് എന്റെ സൃഷ്ടിപ്പിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ ശരീരത്തിൽ അങ്ങനെ ഒരു അംഗവൈകല്യമോ പ്രയാസമോ വരുത്താൻ ഒരാളും സമ്മതിക്കുകയില്ല. അതിനർത്ഥം എന്നെ സൃഷ്ടിച്ച റബ്ബ് ആ സൃഷ്ടിപ്പിൽ എന്നോട് ഏതെങ്കിലും തരത്തിൽ ആ സൗകര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും കൈകടത്തലുകളോ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ശരീരം സ്വയം നശിപ്പിക്കുന്നത് നീ ചെയ്യുന്ന പാപമാ. നിന്നോട് അല്ലാഹു തആല ചോദിച്ചിട്ടില്ലെങ്കിൽ ആ ജീവൻ തന്ന റബ്ബ് നിന്നോട് പറയുന്നു നീ അത് സ്വയം നശിപ്പിക്കരുത്. അങ്ങനെ നശിപ്പിച്ചാൽ അത് വൻ പാപത്തിൽപ്പെടും. ലാ തഖ്തുലൂ അൻഫുസകും. ഒരിക്കലും നിന്റെ ജീവൻ സ്വയം നഷ്ടപ്പെടുത്തുന്ന ഒരു ചിന്ത നിന്റെ ഹൃദയത്തിലോ നിന്റെ പരീക്ഷണങ്ങളെ കൊണ്ടോ നിനക്ക് ചിന്തിക്കാൻ പോലും പാടില്ല. ആ ശരീരത്തോട് നിനക്കുള്ള ബാധ്യത ഭംഗിയായി കൊണ്ടു നടക്കണം. ആ ഭംഗി എങ്ങനെയാവണം? അള്ളാന്റെ റസൂലുള്ള പഠിപ്പിച്ച് മുടി വെട്ടണം, നഖം വെട്ടണം. എത്രയേറെ നിങ്ങളുടെ കണ്ണുകളിലെ കിടക്കിടക്ക് വെള്ളം കഴുകണം എന്നു പോലും അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ പല്ലുകളെ എങ്ങനെ നിയന്ത്രിക്കണം, അവന്റെ നാവുകളെ എങ്ങനെ സൂക്ഷിക്കണം, അവന്റെ ഉദരങ്ങളെ എങ്ങനെ കാക്കണം, അവന്റെ കാലുകൾക്ക് കടമകളില്ലേ, ഇങ്ങനെ ഓരോന്നോരോന്നും അള്ളാഹു നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് പറഞ്ഞു ലാ തഖ്തുലൂ. ഒരിക്കലും ആ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു ചിന്ത പോലും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ആ സൗദി അറേബ്യയിലെ ലജ്നത്തുദ്ദാഇ എന്ന മുസ്ലിം പണ്ഡിത സംഘടന അവര് രേഖപ്പെടുത്തി ഒരു പ്രദേശത്ത് 40 സ്പീഡേ പാടുള്ളൂ എന്ന് എഴുതി വെക്കുകയും അല്ലെങ്കിൽ ഈ റോട്ടിൽ 80-ലധികം പോകരുത് എന്ന് രേഖപ്പെടുത്തി വെക്കുന്ന ബോർഡുകൾ നൽകപ്പെടുകയും അതിനെ പരിഗണിക്കാതെ റേസിംഗിന്റെ പേരിലോ നാട്ടുകാർക്കിടയിൽ ഷോ കാണിക്കാനോ ഒരുത്തൻ 100-ൽ പോയി മറ്റൊരാളെ ഇടിച്ചു തെറിപ്പിച്ചു കൊന്നാൽ അത് കൊലപാതകമാ. അല്ലെങ്കിൽ അവൻ സ്വയം മരിച്ചാൽ അതും ആത്മഹത്യയിൽപ്പെടും. അവരുടെ ജീവിതത്തിനും അള്ളാഹു ബാധ്യത ഏറ്റെടുക്കുകയില്ല. അത്ര സൂക്ഷ്മത വിഷയത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും അള്ളാന്റെ തിരുദൂതൻ പഠിപ്പിച്ചു നിങ്ങൾ 3-ൽ 1 ഭക്ഷിക്കാവൂ. ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തി അതൊരു പക്ഷേ ശരീരത്തിന്റെ നന്മക്ക് വേണ്ടിയായിരിക്കാം. ഇന്ന് കിഡ്നി പേഷ്യൻസും ലിവർ പേഷ്യൻസും കൂടാനുള്ള കാരണം മനുഷ്യന്റെ കുത്തഴിഞ്ഞ ഭക്ഷണ രീതിയാണെന്ന് ആധുനിക കാലഘട്ടം ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ആ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നതും സ്വന്തം ശരീരം നശിപ്പിക്കുന്ന രീതിയിൽ ഒരു തരത്തിലും നമ്മൾ അതിനെ മോശപ്പെടുത്താനോ സമീപിക്കാനോ പാടില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിൽ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി കൊടുത്തു നിങ്ങൾ സ്വയം ശരീരം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്പി കൊണ്ട് കുത്തിയാലും അല്ലെങ്കിൽ കഴുത്തിൽ കയറിട്ടാലും വിഷം കുടിച്ചാലും ശരി, മൻ ഖത്തല നഫ്സഹു ബിഹദീദത്തിൻ, നിങ്ങൾ നിങ്ങളോട് ഒരു ഇരുമ്പിന്റെ കഷണമെടുത്ത് കത്തിയാക്കി വയറ്റത്ത് കുത്തിയാണ് മരിച്ചതെങ്കിൽ ഫഹദിയതുഹു ഫീ യദിഹി യതവജ്ജഹു ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നം, അവർക്ക് അല്ലാഹ് പരലോകത്ത് അഥവാ ഖബറിലും പരലോകത്തും കൊടുക്കുന്ന ശിക്ഷ ആ സമയത്ത് അല്ലാഹു അതുപോലത്തെ അതിനേക്കാൾ മൂർച്ചയുള്ള കത്തി അവന്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ടവൻ ആ കത്തി കൊണ്ട് യതവജ്ജഹു ബിഹാ ഫീ ബത്നിഹി, അവന്റെ വയറിൽ അങ്ങനെ കുത്തി ആ വേദനയും അവൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അത് മാത്രമാണോ ഫീ നാരി ജഹന്നമ,
വേറെ അള്ള നിശ്ചയിച്ച നരകത്തിലെ ശിക്ഷയോടൊപ്പം മറ്റാർക്കും ഇല്ലാത്ത മറ്റൊരു ശിക്ഷ ഇവന് മാത്രം കൂടാനുള്ള കാരണം അവൻ എങ്ങനെയാണോ മരിച്ചത് ആ മരിച്ച രീതി അവന്റെ നരകത്തിയിൽ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പം അതും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അന്ന് അവൻ സങ്കടത്തോടെ പറയും, എന്റെ റബ്ബേ, ഞാൻ എന്റെ ശരീരത്തെ കാത്തിരുന്നെങ്കിൽ എനിക്ക് ഈ ബാധ്യതയും കൂടി ഏറ്റെടുക്കണ്ടായിരുന്നല്ലോ എന്നവൻ ചിന്തിക്കും. ഖാലിദൻ, അവൻ സ്ഥിരമായിരിക്കും അതിൽ. മുഖല്ലദൻ, അങ്ങേയറ്റത്തെ സ്ഥിരപ്പെട്ടവനായിരിക്കും. ഫീഹ അബദ, ഒരിക്കലും അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയില്ല. ഈ പറഞ്ഞതിന്റെ കൂടെ മറ്റൊരു ഭാഗത്ത് അല്ലാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, അവന് സ്വർഗം അള്ള നിഷിദ്ധമാക്കുകയും ചെയ്യും. മഹാനായ ജുൻദുബ് അബ്ദുല്ല റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഫീമൻ കാന ഖബലകും ബിഹി ജുരിഹുൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ഓർമ്മപ്പെടുത്തി, നിങ്ങളെ മുൻകാലഘട്ടത്തിലുള്ള ഒരു ജനതയിൽ ഒരു വ്യക്തി, അദ്ദേഹം ജുരിഹുൻ, അദ്ദേഹത്തിന്റെ കൈക്കൊരു മുറിവ് പറ്റി. പക്ഷെ ആ മുറിവ് അത്ര വലുതല്ലെങ്കിലും അതിൽ രക്തം വരുന്നത് കണ്ടപ്പം അവൻ എന്ത് ചെയ്തു? വേഗം ആ പരീക്ഷണത്തിന്റെ കൂടെ അവന്റെ വിരലുകൾ അങ്ങ് ഛേദിച്ചു കളഞ്ഞു, അഥവാ വിരലുകൾ അവൻ മുറിച്ചു കളഞ്ഞു. ഉടനെ തന്നെ രക്തം അങ്ങനെ വാർന്നു പോകാൻ തുടങ്ങി. അവൻ മരിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠം ഫഖാല അല്ലാഹ്, അങ്ങനെ രക്തം വാർന്നവൻ മരിച്ചപ്പം അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, ബഅദറനി അബ്ദി ബിനഫ്സി, എന്റെ ആ അടിമ എന്റെ തീരുമാനത്തിൽ മുൻകടന്നിരിക്കുന്നു. എന്റെ വിഷയത്തിൽ ഞാൻ പറയുന്നതിന്റെ തീരുമാനിക്കുന്നതിന്റെ മുൻപേ അവൻ ആ വിഷയത്തിൽ ധൃതി കാണിച്ചിരിക്കുന്നു. ഹുർരിമത്ത് അലൈഹിൽ ജന്ന, അതുകൊണ്ട് അവന്റെ സ്വർഗം ഞാൻ അവന് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അഥവാ സ്വന്തം ജീവിതത്തിൽ നമ്മുടെ ശരീരം നഷ്ടപ്പെടുത്തുന്ന ഏത് വിഷയത്തിൽ അറിഞ്ഞുകൊണ്ട് ഇടപെട്ടിട്ടാണെങ്കിലും ആ മരണം പരലോകത്ത് നമ്മളെ ഏറെ ദുഃഖിപ്പിക്കും. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പ്രവാചകന്റെ സഹാബാക്കൾ എന്തൊക്കെ സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ചിന്തിക്കാനാവാത്ത സങ്കടങ്ങൾ അവൻ അനുഭവിച്ചിട്ടുണ്ട്. ആഴ്ചകളിൽ ഒരു ദിവസം മാത്രം ഒരു കാരക്കയുടെ കഷണമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വസ്ത്രങ്ങൾ അയച്ച് ഇരുമ്പി കമ്പി കൊണ്ട് കുത്തിക്കയറ്റിയിട്ടുണ്ട്. പച്ച മാംസം ശരീരത്തിൽ നിന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കരിങ്കല്ലുകൊണ്ട് ഏറ് കിട്ടി അവർ ഓടിയിട്ടുണ്ട്. അങ്ങേയറ്റം പട്ടിണിക്കിട്ട് അവർ സങ്കടപ്പെട്ടിട്ടുണ്ട്. ഈത്തപ്പനയുടെ ഓലകൾ കടിച്ചു നിന്ന് അവർ ജീവിച്ചിട്ടുണ്ട്. മണലിൽ കുഴികുത്തി കഴുത്തറ്റം മണ്ണിലേക്ക് ഇറക്കി ഈർച്ചവാളുകൊണ്ട് തല വേർപ്പെടുത്തിയിട്ടുണ്ട്. ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് മാംസങ്ങളും തൊലികളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്തൊക്കെ അവർ സഹിച്ചിട്ടും അവർ മരണത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. നീ അങ്ങ് കൊന്നുകള റബ്ബേ എന്നവർ പറഞ്ഞിട്ടില്ല. ജീവനൊന്ന് നശിച്ചു കിട്ടിയാ മതിയായിരുന്നു ഈ നാശം പിടിച്ച ലോകത്ത് എന്നവർ സങ്കടം ബോധിപ്പിച്ചിട്ടില്ല. കാരണം ക്ഷമയോടെ അവർ കാത്തിരുന്നപ്പം അതിനേക്കാളും സമാധാനത്തിന്റെ ഒരു വഴി അല്ലാഹു തആല അവർക്ക് തുറന്നു കൊടുത്തു. ഈ പറഞ്ഞ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്കെല്ലാവർക്കും ഒരു സംശയമുണ്ടാകും, ഒരിക്കലും ആത്മഹത്യ ചെയ്തവര് രക്ഷപ്പെടില്ലേ? അവർ അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്തില്ലേ? അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുകയില്ലേ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമസ്കരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ നമസ്കാരത്തിൽ പങ്കെടുക്കാമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാകും. അതിന് പറ്റും, അനുവാദമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ചരിത്രം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനും യമനിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് ഹിജറ ചെയ്ത് മദീനത്തേക്ക് വന്നു. ആ കൂടെയുള്ള ആളുടെ പേര് ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നില്ല. രണ്ടുപേരും ഒരുമിച്ചാണ് യമനിൽ നിന്നും മതം സ്വീകരിച്ച് ഹിജറ ചെയ്ത് റസൂലുള്ളാന്റെ മദീനത്തെ വീട്ടിൽ വരുന്നത്. രണ്ടുപേരും മദീനത്ത് താമസം തുടങ്ങി. പക്ഷേ തുഫൈലിനെ പോലെ ആ വ്യക്തിക്ക് മദീന ഇണങ്ങാതായി. എന്നും സൂക്കേട്, എന്തൊക്കെയോ ശാരീരിക അവശതകള്. ആ മദീനയെ അയാൾ മടുത്തു. ആ മദീനയിൽ അയാൾക്ക് ജീവിക്കാൻ പറ്റാതായി. ആ മടുപ്പോടുകൂടി അയാൾ രോഗിയാവാൻ തുടങ്ങി. ആ രോഗത്തോടെ അദ്ദേഹം മദീനയെയും സ്വന്തം ജീവിതത്തെയും വെറുക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അമ്പ് എടുക്കുകയും ആ അമ്പിന്റെ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് തന്റെ വിരലിന്റെ ചില അറ്റങ്ങൾ അദ്ദേഹം അങ്ങ് അറ്റിച്ച് അഥവാ വേർപ്പെടുത്തി കളയുകയും ചെയ്തു. ആ മൂർച്ചയുള്ള അമ്പിന്റെ ഭാഗം കൊണ്ട് ചില വിരലുകളുടെ അറ്റം അദ്ദേഹം കട്ട് ചെയ്യാനും തുടങ്ങി. അവസാനം അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. മാസങ്ങൾക്ക് ശേഷം ആ മയ്യത്ത് നമസ്കാരത്തൊക്കെ പങ്കെടുത്ത് മാസങ്ങൾക്ക് ശേഷം തുഫൈൽ റളിയല്ലാഹു അൻഹു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു പറഞ്ഞു, റസൂലേ, ഞാൻ അവനെ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട സമയത്ത് അവൻ എന്നോട് സംസാരിച്ചു. അവൻ സംസാരിച്ചത് അവന്റെ നല്ല കാര്യങ്ങളെ പറ്റിയ, അവൻ നല്ല അവസ്ഥയിലാണെന്ന്. അവന്റെ ശരീരത്തിൽ ഒരു പോറലും സങ്കടവും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവൻ കട്ട് ചെയ്ത അവന്റെ വിരലിന്റെ ഭാഗത്ത് ഒരു വെളുത്ത തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ട് എന്നല്ലാതെ മറ്റൊന്നും അവന്റെ ശരീരത്തിലില്ല. ഞാൻ അവനോട് ചോദിച്ചു, മാസ്വന റബ്ബിക, നിന്റെ റബ്ബ് നിന്നോട് എന്ത് ചെയ്തു? അവൻ തിരിച്ചു പറഞ്ഞു, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നു. ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളെ മുൻനിർത്തി ഞാൻ ചെയ്ത ആ ഒരു അബദ്ധം റബ്ബ് എനിക്ക് പുറത്തു തന്നു. എന്നാൽ അള്ളാഹു എന്നോട് കൽപ്പന തന്നു, എന്റെ ആ കൈ ഞാൻ ശരിയാക്കില്ല എന്ന്. ആ കൈ ഒരടയാളമായി നിന്റെ ശരീരത്തിൽ ഉണ്ടാവട്ടെ എന്നല്ലാതെ റബ്ബ് മറ്റൊന്നും എന്നോട് പറഞ്ഞില്ല, എനിക്ക് പുറത്തു തന്നു എന്ന് ആ ചരിത്രം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തുഫൈൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് കേട്ട ഉടനെ തുഫൈൽ റളിയല്ലാഹു അൻഹു പറഞ്ഞോട് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുമ്മ വലിയദൈഹി ഫഗ്ഫിർ, അള്ളാഹു അവന്റെ കൈക്കും അവനും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഈ ഹദീസിനെ മുൻനിർത്തി പണ്ഡിതന്മാര് രേഖപ്പെടുത്തി മയ്യത്ത് നമസ്കരിക്കുന്നതിന് അനുവാദം നൽകപ്പെട്ടിട്ടുണ്ട്, തടയപ്പെട്ടിട്ടില്ല. ഒരു വ്യക്തിയെ നിർബന്ധിച്ച് ചെയ്യണ്ട എന്ന് മാത്രം. എങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ആ മയ്യത്ത് നമസ്കരിക്കണം എന്നാഗ്രഹിച്ചാൽ ആ മയ്യത്ത് നമസ്കരിക്കട്ടെ. അല്ലാഹുമ്മ വലിയദൈഹി ഫഗ്ഫിർ എന്ന് അള്ളാന്റെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കാനും തെളിവില്ല. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആത്മഹത്യ ചെയ്ത മക്കൾക്ക് പ്രാർത്ഥിക്കൂല എന്ന് പറയാൻ തെളിവില്ല. അവന് വേണ്ടി അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, എന്റെ വാക്കിനെ ഒരിക്കലും ദുർവ്യാഖ്യാനം ചെയ്യരുത്. ആത്മഹത്യ ചെയ്താൽ ഇത്രക്ക് തെളിവുണ്ടായിരുന്നോ എന്നെന്റെ വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. അനുകൂലിക്കുന്ന, ദുരീകരിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് മക്കൾ മരിച്ചതിന്റെ പേരിലും ഭർത്താവ് ആത്മഹത്യ ചെയ്തതിന്റെ പേരിലും കുടുംബത്തിൽ ആത്മഹത്യ നടന്നതിന്റെ പേരിലും ഇപ്പോഴും നെഞ്ചുപൊട്ടി ജീവിക്കുന്നവരുണ്ട്. ആൾക്കാർ അവഗണിക്കുന്നവര്, ഒന്ന് നിസ്കരിക്കാൻ പോകാത്തവര്, ഒരു നല്ല വാക്ക് പറയാത്തവര്, അങ്ങനെ ചെയ്തത് വളർത്തുദോഷമാണെന്ന് കുറ്റപ്പെടുത്തുന്നവര്. അതില്ലാതിരിക്കാൻ ഇസ്ലാമിന്റെ ഒരു തെളിവ് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു എന്ന് മാത്രം. അല്ലാതെ ആർക്കും എപ്പോഴും ചെയ്ത് ആത്മഹത്യ ചെയ്യാം, അള്ള പൊറുക്കാൻ റെഡിയായിട്ടുണ്ട്, നാട്ടുകാരൊക്കെ പ്രാർത്ഥിച്ചോളും എന്ന രീതിയിൽ എന്റെ വാക്കിനെ നിങ്ങളാരും ഏറ്റെടുക്കരുത്. കാരണം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് കരുതുക, അയാൾ തൗബ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും തൗബ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയില്ല. കാരണം കഴുത്തിൽ കുറുക്ക് മുരുകുമ്പോ അവസാനത്തെ പിടച്ചിലിനിടയിൽ അവൻ ഒരു പക്ഷേ റബ്ബിനോട് എന്ത് സംസാരിച്ചു എന്ന് നമ്മൾക്കറിയില്ലാത്തത് കൊണ്ട് അവന് പാപം പൊറുക്കലില്ല, അവൻ കാഫിറാണ് എന്ന് നിങ്ങൾ വാദിക്കരുത്. കാരണം കാഫിർ എന്നാൽ അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ കൊല്ലുന്നവനാ, അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ വധിക്കുന്നവനാ. പക്ഷെ ഇവൻ ഏത് സാഹചര്യത്തിലാണ് അതിലേക്ക് എത്തിയത് എന്നതുകൊണ്ട് അവന് നരകം ഉറപ്പ് എന്നും നിങ്ങൾ പറയാൻ പാടില്ല. അവൻ ഇസ്ലാമിന്റെ പുറത്ത് എന്നും നിങ്ങൾ വാദിക്കാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിൽ ഒരു ചരിത്രം മുൻനിർത്തിയിട്ട് അദ്ദേഹം രേഖപ്പെടുത്തുന്നു, ഒരു സ്വഹാബി ആത്മഹത്യ ചെയ്തപ്പം ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ആ മയ്യത്ത് കൊണ്ടുവെക്കപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂലിനെ നമസ്കരിക്കാൻ വേണ്ടി ക്ഷണിച്ചു. റസൂലുള്ളാഹി മയ്യത്തിലേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ പറഞ്ഞു, അമ്മാ അന ഫലാ ഉസല്ലി അലൈഹി, തീർച്ചയായും ഞാൻ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുകയില്ല. അത് പറഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മാറിക്കളഞ്ഞു. ആ മയ്യത്ത് ബാക്കിയുള്ള സഹാബത്ത് നിസ്കരിച്ചു മറമാടി എന്ന് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ആ മയ്യത്തിനോട് ചെയ്യേണ്ട രീതിയിൽ മര്യാദയും മാന്യതയും കാണിച്ച് അവരതിനെ സംസ്കരിച്ചു, അതിന് തസ്ബീത്ത് ചൊല്ലി, അതിനെ ഖബറിലേക്ക് ഇറക്കി വെച്ചു, അവരെ വൃത്തിയായി യാത്രയാക്കി എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. എന്തുകൊണ്ട് റസൂലുള്ള അത് നമസ്കരിച്ചില്ല എന്ന ചോദ്യത്തിന് ലോകത്തുള്ള മുഴുവൻ ഉലമാക്കളും പറയുന്നത് അതത്രക്കും വെറുക്കപ്പെട്ടൊരു കാര്യമാണെന്ന് ഉമ്മത്തിനെ ബോധ്യപ്പെടുത്താൻ, മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ റസൂലുള്ളയും കൂടി വന്ന് നിസ്കരിച്ച ഇന്ന് ആളുകൾക്ക് യഥേഷ്ടം ആത്മഹത്യ ചെയ്യാൻ പറ്റും. കാരണം എല്ലാവരും വന്ന് നിസ്കരിക്കും, പിന്നെ ആത്മഹത്യ ചെയ്താൽ എന്താ എന്ന് തോന്നാതിരിക്കാൻ റസൂലുള്ളാഹ്ക്ക് അത് വെറുപ്പുണ്ട്, റസൂലുള്ളാഹ്ക്ക് വെറുപ്പുണ്ട്, അള്ളാഹ്ക്കും അത് വെറുപ്പുണ്ട് എന്ന് ജനതയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലുള്ള മാറി നിന്നു. അങ്ങനെയുള്ള ആത്മഹത്യ ചെയ്ത നിസ്കാരങ്ങളിൽ നിന്ന് ആ ഹദീസിനെ മുൻനിർത്തി ലോകത്ത് ലജ്നത്തു ദാഇ അടക്കമുള്ള മുഴുവൻ ഉലമാക്കളും പറഞ്ഞു, ഒരു പ്രദേശത്തെ വേണ്ടപ്പെട്ട ആളുകൾ ആ മയ്യത്ത് നമസ്കാരത്തിൽ നിന്ന് മാറി നിന്നാലും അവരെ നിങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല. വേണ്ടപ്പെട്ട വ്യക്തികൾ അവിടെ നിന്ന് മാറി നിന്നാലും
അവരെ നിങ്ങൾ കുറ്റപ്പെടുത്താൻ പാടില്ല. പക്ഷേ നമസ്കരിക്കരുത്, അവർക്ക് പ്രാർത്ഥിക്കരുത് എന്ന വാദം ഇസ്ലാമിലില്ല. അങ്ങനെയൊരു സന്ദേശവും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തിട്ടില്ല, ഏറ്റെടുക്കപ്പെട്ടിട്ടില്ല. കാരണം അതിന്റെ എല്ലാറ്റിന്റെയും അവസാനം ഉലമാക്കൾ രേഖപ്പെടുത്തുന്നു, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കും. ഫഇൻ സനാ വ്യഭിചാരം, വഇൻ സറക്കൽ ഖംറ മുഴുവനായ കള്ളുകുടി, വഇൻ ശരിബൽ ഖംറ വഇൻ സറക ആരാന്റത് മോഷ്ടിക്കുന്നവൻ, ഇല്ല ശിർക്ക് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവൻ അല്ലെങ്കിൽ അല്ലാഹു പൊറുക്കില്ല എന്ന് പറഞ്ഞത് ഒരൊറ്റ പാപം മാത്രമാ, അത് ശിർക്ക് എന്ന മഹാപാപം. അള്ളാഹുവിൽ പങ്കുചേർക്കലും അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിച്ച് റബ്ബിനോട് തേടേണ്ടതിനു പകരം മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന ശിർക്കല്ലാത്തതൊന്നും അള്ള പൊറുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ള ഇത് പൊറുക്കൂല എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. മറിച്ച് ഒരിക്കലും അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുക പോലും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാര് ചരിത്രം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട കുടുംബങ്ങളിൽ ഏതവസ്ഥയിലാണ് അവർ മരണത്തിലേക്ക് എത്തിയത് എന്ന് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയുകയില്ല. പക്ഷെ അങ്ങനെ മരിച്ച ചില കുടുംബങ്ങളെ കുടുംബക്കാരും നാട്ടുകാരും ഒറ്റപ്പെടുത്തുമ്പം ആ വീട്ടിലുള്ളവർ വീണ്ടും ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കുറവാണെന്നാണ് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ തിരിച്ചറിവ് കൃത്യമായ ഇസ്ലാമിക രീതിയിൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിനെ നല്ല നിലക്ക് മനസ്സിലാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വലിയ പുണ്യമാസം നമ്മളെ കൺമുൻപിലേക്ക് വരാനിരിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് അള്ളാഹുവിന്റെ മണ്ണ് പ്രതീക്ഷിച്ച് പുറപ്പെട്ടവർ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക ചൊല്ലി പെരുന്നാളിനും ഹജ്ജിനും വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ നാട്ടിലും അതിന്റെ അലയൊലികൾ എന്നുള്ള നിലക്ക് ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഓർത്തുകൊണ്ട് നമ്മൾ നടത്തുന്ന ചരിത്രമാണ് ബലി എന്നുള്ളത്. പക്ഷെ ഇന്നും പല നാടുകളിലും ബലി ചിലർക്കതൊരു ആചാരമായി ഒരു ഏർപ്പാടായി മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. ബലി ഇടപെടുന്ന വ്യക്തികൾക്ക് പോലും തന്റെ മൃഗത്തെ ഒന്ന് കാണാൻ നേരം കിട്ടാത്ത അത്ര തിരക്ക്. ആരോ എവിടെയോ ആർക്കോ അറുത്തു കൊടുക്കുന്നു എന്നുള്ളതോടുകൂടി ബാധ്യത തീരുന്നു എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ. മറ്റു ചിലരാവട്ടെ ബാക്കി എന്ത് കാര്യത്തിന് പണം ചെലവാക്കിയാലും ബലി വിഷയത്തിൽ ഇക്കാലം വരെ മറ്റുള്ളവരുടേത് വാങ്ങിക്കൊണ്ടുപോയി തിന്നുക എന്നുള്ളതല്ലാതെ സ്വന്തം കൈകൊണ്ടൊരു ബലിക്ക് ആഗ്രഹം പോലും ചിന്തിക്കാത്ത വ്യക്തികൾ. ഇസ്ലാം എത്ര ലളിതമാണ് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഒരു മൃഗത്തെ 7 പേർക്ക് വരെ കൂടി വാങ്ങാം എന്നുള്ളത്. അതിലും ലാളിത്യം ഏത് മതത്തിൽ ഏത് ദൈവം നമ്മളോട് കാണിക്കാനാ? എന്നിട്ട് പോലും ഒരു ഷെയർ എടുക്കാൻ, ഒരു പുതിയ ജോലി കിട്ടിയതിന്റെ പേരിൽ 4 കൂട്ടുകാർക്ക് 10,000 രൂപയുടെ ചെലവ് നടത്തിയവന് 1,000 രൂപയുടെ ഷെയർ എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവന്റെ മനസ്സും അവന്റെ ജീവിതവും അള്ളാഹുവിന്റെ കണ്ണിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലാഭങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള എല്ലാ സമാധാനങ്ങളും റബ്ബ് തന്നിട്ടും റബ്ബിന്റെ മാർഗത്തിൽ ഒരു ബലിയെ പറ്റിയൊന്നും ചിന്തിക്കാതെ ഉള്ളത് വാങ്ങിവെച്ച് ഫ്രിഡ്ജ് നിറച്ച് കരിച്ചും പൊരിച്ചും കഴിക്കുമ്പോൾ അതിനൊക്കെ എന്ത് ധാർമ്മികതയാണ് നമുക്കുള്ളത്, എന്തർഹതയാണ് നമുക്ക് അതിനോട് കാണിക്കാനുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ല, എല്ലാവരും ഉള്ള സ്ഥലത്ത് തന്നെ കൊടുക്കണം എന്നുമല്ല, മറിച്ച് അർഹതപ്പെട്ട പലരും ഇപ്പോഴും ഒരു മാംസത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നമ്മളുടെ നിസ്സഹകരണം കൊണ്ട് ഇസ്ലാമിൽ ആ പവിത്രമായ ഒരു ആരാധനാകർമ്മം എടുക്കപ്പെട്ടു പോകാൻ പാടില്ല. മാപ്പിളാർക്ക് തന്നെ അതിന് വലിയ താല്പര്യമില്ല എന്ന് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല. ചിലരെയെങ്കിലും ഇപ്പോഴും മാംസം കഴിക്കുന്നതിൽ നിന്ന് മറ്റുള്ളവരുടെ കൈ തടയാതിരിക്കാൻ പ്രേരിപ്പിക്കാനുള്ള കാരണം കൊല്ലത്തിൽ ഓൽക്കൊരു ബലിയുണ്ട്, അതോര് തന്നെ ചെയ്യും എന്നുള്ളതാണെങ്കിൽ
നമ്മളെ പിശുക്കും നിസ്സഹകരണവും ഇസ്ലാമിൽ ഒരു ആരാധനാ കർമ്മത്തെ എടുത്തു കളയുന്ന രീതിയിലേക്കായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊടുക്കുന്നവരോട് പോലും അള്ളാഹു അത്രേ പറഞ്ഞിട്ടുള്ളൂ, ലൻ യനാലല്ലാഹ ലഹൂമുഹാ വലാ ദിമാഉഹാ. അതിന്റെ മാംസമോ വലുപ്പമോ രക്തമോ അള്ളാഹ്ക്ക് വേണ്ട. വലാകിന്നല്ലാഹ്, മറിച്ച് അള്ളാഹു നോക്കുന്നത് നിങ്ങളത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ചിന്തയാണ്. നിങ്ങളുടെ ശരീരത്തിൽ സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്ന പണം നിങ്ങൾ അള്ളാഹുവിന്റെ അരികിലേക്ക് എത്തിക്കുന്ന ചിന്ത. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബലി കൊടുക്കാൻ കഴിവുണ്ടായിട്ടും ബലി കൊടുക്കാത്തവൻ എന്റെ മുസല്ലയിലേക്ക് വരാതിരിക്കട്ടെ. ഓൻ വലിയ കുടൂസിൽ പെരുന്നാൾ കുപ്പായോട്ടിട്ട് പള്ളിയിലേക്ക് വരാതിരിക്കട്ടെ. ബലി കൊടുക്കാൻ കഴിവുണ്ടായിട്ടും അതിനുവേണ്ടി ചിന്തിക്കാത്തവൻ, അതിനുവേണ്ടി ഒരുങ്ങാത്തവൻ, മനസ്സുകൊണ്ട് ഉറപ്പിക്കാത്തവൻ. ഓരോരുത്തരുടെ ഹൃദയത്തിലും അതിനെപ്പറ്റിയൊക്കെ ഒരു ചിന്ത ഉണ്ടെങ്കിലേ അതിലേക്ക് അള്ളാഹു നമ്മളെ മനസ്സെത്തിക്കൂ. തമാശക്ക് വേണ്ടി പറയാറില്ലേ, തുർക്കിയിലെ ഒരു കാടുമൂടിയ പ്രദേശത്ത് ഷൂട്ടിങ്ങുകാരായ ചില ആളുകൾ ഷൂട്ടിങ്ങിന് വന്നപ്പം ആകാശത്തുകൂടി പറപ്പിച്ച ഡ്രോൺ അത് പെട്ടെന്നൊരു പാടത്തേക്ക് വീണ സമയത്ത് ഒരു വയസ്സനായ മനുഷ്യനെടുത്തിട്ട് ആ ഡ്രോണിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്നെ മക്കയിലെത്തിക്കാനുള്ള കഴിവുണ്ടോ എനിക്ക്? മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു നിൽക്കുന്നവനെ അള്ളാന്റെ മണ്ണിലെത്താനും അള്ള തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൽ ഓരോ രംഗത്തേക്ക് എത്താനും പറ്റും. ആരാന്റെ തെക്കാലഘട്ടത്തിലും അവര് നടത്തുക ഇവര് നടത്തുക നമ്മൾ വാങ്ങിക്കിട്ടുന്ന എന്നൊരവസ്ഥയിലേക്ക് മാത്രമാണെങ്കിൽ അതിനെപ്പറ്റി ഒരു നല്ല ചിന്ത പോലും നമ്മുടെ ഹൃദയത്തിൽ വരൂല.